നമസ്കാരം. അലിയാൻ്റെ വീടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. കുറേ ആയിട്ട് വീഡിയോസ് ഭയങ്കര ഗ്യാപ്പിലായിരുന്നു. അപ്പോൾ 2-3 മാസം ഞാൻ ഉണ്ടായില്ല, അതിൻ്റെ തിരക്കായിരുന്നു. ഇപ്പോഴും തൃശ്ശൂരാണ്. ഒരു ഡോഗ് നമുക്ക് ട്രെയിനിങ് വന്നിട്ടുണ്ടായിരുന്നു. വന്നത് കെയിൻകോസമാണ്. അപ്പോൾ ആൾ നമുക്കൊരു ഓഫ് ലിസ്റ്റ് ട്രെയിനിങ്ങാണ് വന്നത്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ആൾ തിരിച്ചു കൊടുത്തു. പോയി കഴിഞ്ഞ ശേഷമാണ് ആൾ തിരിച്ചു കൊടുത്തത്. അപ്പോൾ പീപ്പിൾ ട്രെയിനിങ്ങിന് ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം എല്ലാവരുടെ വലിയ പ്രശ്നമായി അല്ലേ? പീപ്പിൾ ട്രെയിൻ ചെയ്യുന്നതായിരിക്കാം അല്ലേ? ഇല്ല. എന്തായിരുന്നു നമ്മൾ ട്രെയിനിങ് ഉദ്ദേശിച്ചത്? സത്യത്തിൽ ഞാനിത് എടുത്തത് പഞ്ചാബിൽ നിന്നാണ്. അങ്ങനെ ശല്യം കൂടി, അതായത് നമ്മുടെ സ്കൂട്ടറിൻ്റെ സീറ്റ് കടിച്ച് പറിക്കുക, അതുപോലെ ഒക്കെ കൂടി അവൻ മേത്തേക്ക് ചാടാ ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ വൈഫിനും മോൾക്കും കുറച്ച് പേടിക്കായിരുന്നു. മോനാണ് കൂടുതൽ നോക്കണത്, എനിക്ക് ഞാനല്ല നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ പുറത്ത് അന്വേഷിച്ചപ്പോൾ സച്ചിനെ കുറിച്ച് അറിഞ്ഞു. സച്ചിൻ എന്തായാലും ഒറ്റപ്പാലം ഭാഗത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് സച്ചിൻ നമ്പറാണ് കിട്ടിയത്. അങ്ങനെ തന്നെ സച്ചിനെ വിചാരിച്ചു. ഞാൻ കാസർഗോഡ് കൊണ്ടുവന്ന് വെച്ചിട്ടല്ല സച്ചിനെ വിളിച്ചത്. സച്ചിൻ ഒറ്റപ്പാലം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സച്ചിനെ ഒറ്റപ്പാലം വരെ കൊണ്ടുപോയാൽ മതി ഡോഗനെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ സച്ചിൻ കാസർഗോഡ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി. നല്ല വിഷമമായി ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സച്ചിന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. കാസർഗോഡ് വരുന്നതും വിളിച്ചുകൊണ്ടിരുന്നു. കാരണം ഡോഗ് ശരിക്കും മിസ്സിങ് ആയിരുന്നു. കുറയോ എന്നൊക്കെ പേടിപ്പെട്ടു. അത് മാത്രമല്ല വൈഫിനും എൻ്റെ മോനൊക്കെ വിഷമമായിരുന്നു. പിന്നെ ആ സമയത്താണ് ഞങ്ങളുടെ വീട് പണി നടക്കുന്നത്. വീട്ടിലേക്ക് വേണ്ടിയിട്ടും ഡോഗിനെടുത്തു. പക്ഷേ ഡോഗിനെടുത്ത സമയത്ത് ഡോഗ് വന്ന സമയത്ത് എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല. അത് ഒരു 2 മാസം കൂടി സത്യത്തിൻ്റെ അടുത്ത് ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അത് സെപ്റ്റംബറിൽ കൊണ്ടുപോയി അവന് ഡിസംബറിൽ ട്രെയിനിങ് കഴിഞ്ഞു. പക്ഷേ എന്നാലും ജനുവരി ഫെബ്രുവരി വരെ സച്ചിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അവൻ ഞങ്ങൾക്ക് ഫെബ്രുവരി 2-ാം തീയതി വന്നപ്പോൾ അവൻ ഇന്നോവയിൽ നിന്ന് ചാടിപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ പീട്രോ എന്നാണ് അവൻ്റെ പേര്. പീട്രോയെ വിളിച്ചപ്പോൾ ഒരു ഭയങ്കര ഹാപ്പിയാണ്. അവൻ സൈസ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ എല്ലാവരും പറഞ്ഞ സൈസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സ്ഥിരം കാണുന്നത് കൊണ്ട് സൈസ് കുറവ് തോന്നിയത്. പക്ഷെ എല്ലാവരും കരിമ്പുലിയാണ്. അവൻ്റെ കാലിൻ്റെ പാതൊക്കെ കാണുമ്പോൾ എൻ്റെ ചേട്ടൻ കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ട് അയ്യോ ഭയങ്കര സൈസ് കരിമ്പുലിയുടെ പോലെയാണല്ലോ. പക്ഷേ ഇവനിപ്പോഴും കുറുമ്പൊന്നും മാറിയിട്ടില്ല. പക്ഷെ സച്ചിൻ അത് അന്ന് ദുബായിൽ പോയപ്പോഴാണ് ഇവന് ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാണ്ട്. ഇവനിപ്പോഴും 2 ദിവസം ഞാൻ പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഫാനൊക്കെ ഇട്ട് സിറ്റൗട്ട് ഫാനൊക്കെ ഇട്ടിട്ട് അവനെ ഇവിടെ കടത്തിയിട്ട് ഇവിടെ നനങ്ങരുത് കണ്ടിട്ട് പോയി ഞങ്ങൾ കടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ഫെസിലിറ്റികൾ വലിച്ചിട്ട് കിടക്കുക, അതുപോലെ ഫുഡ് വേസ്റ്റ് വലിച്ചിടുക, പിന്നെ തോന്നിയിട്ട് മോഷൻ മൂത്രമൊക്കെ ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ ഞങ്ങൾക്ക് കൊടുത്താലോ എന്നുള്ള അഭിപ്രായം. പക്ഷേ എൻ്റെ മോൻ സമ്മതിക്കില്ല. അങ്ങനെ മോൻ സമ്മതിക്കാണ്ടായപ്പോൾ അടുത്ത സൊല്യൂഷൻ ഞാൻ എന്താണെന്ന് ചോദിച്ചു. വീണ്ടും സച്ചിനെ വിളിച്ചു. സച്ചിനും പറഞ്ഞു നല്ലൊരു പപ്പിയാണ്, കൊടുക്കണ്ട, കൊടുത്ത് നഷ്ടം പറ്റും. അപ്പോൾ പിന്നെ തീരുമാനം വേറെ എടുക്കുന്നില്ലെങ്കിൽ പപ്പിനെ ഫോണിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. പപ്പി എന്തായാലും വേണമെന്നുള്ള ഇതന്നെ, വല്ല ലാബറട്ടോറോ അല്ലെങ്കിൽ ജർമ്മൻഷെപ്പേർഡോ എന്തായാലും ഡോഗ് വേണം. പക്ഷേ ഇതിനെ വീണ്ടും 2 മാസം കിട്ടുമ്പോഴാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ നമുക്ക് വീണ്ടും A to Z വർക്ക് ചെയ്യണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവൻ മേത്തിങ് ചേർന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വേറെ കുറുമ്പ് കാണിക്കുകയും രാത്രി അയച്ചു വിടുമ്പോൾ ചവർ ഫുഡ് വേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെടികൾ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ സച്ചിനെ വിളിച്ച കാര്യം എന്ന് പറയാൻ സച്ചിൻ നേരിട്ട് വന്നു. മേത്തിങ് ചേർന്നൊക്കെ പ്രശ്നം. പിന്നെ അവൻ ആൾക്കാരെ കാണുമ്പോൾ കുറയ്ക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് ജർമ്മൻഷെപ്പേർഡ് ഉണ്ടായിരുന്നു. ജർമ്മൻഷെപ്പേർഡ് ആൾക്കാരെ കാണുമ്പോൾ കുറയ്ക്കില്ല. പൂച്ച, കാക്ക, പശു, ആട്, മനസ്സിലായോ? അപ്പോൾ അന്ന് എനിക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാരെ കാണുമ്പോൾ കുറയ്ക്കാൻ വിഷമം ഉണ്ടെങ്കിലും എനിക്കന്ന് എൻ്റെ നായി കുറയ്ക്കുന്ന കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. അന്ന് ഞാനൊരു 10ാം ക്ലാസ് പീഡിയയിലെ ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ചെറിയ പേടിന്നു. ഇവൻ ഇത്ര പൈസ കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഇത്രയും പൈസ കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് ആൾക്കാരെ കാണുമ്പോൾ കുറച്ചില്ലെങ്കിലോ ബുദ്ധിമുട്ടായില്ലേ. നമുക്ക് ഗാർഡ് ഡോഗാണ് വേണ്ടത്. അവരാണ് നമ്മളെ കെയർ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും കെയർ ചെയ്യേണ്ടത്. ഒരു നായ വീട്ടിൽ തിരിച്ച് നായ ഉണ്ടെങ്കിൽ അവരാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. ഇപ്പോ സച്ചിന്റെ വീട്ടിൽ പോയിട്ട് ട്രെയിൻ ചെയ്ത് വന്നപ്പോൾ അവൻ കുറച്ച് തുടങ്ങി. ഇവിടെ പണിക്കാരി അവനെ കണ്ടിട്ടില്ലേ, പണിക്കാരി പ്രബോർഡ് ബാധായിക്കൊണ്ട് പറഞ്ഞായിരുന്നു ഞാൻ നായ വന്ന നായ്ക്ക് ഞാൻ ചോറ് കൊടുത്തോളാന്ന് പറഞ്ഞത്. പണിക്കാരി കണ്ട വഴിക്ക് പണിക്കാരിനെ കണ്ട് കുറച്ച് തുടങ്ങിയപ്പോൾ പണിക്കാരി പറഞ്ഞു വിറ്റാട്ടാണ്. അപ്പോൾ ഇവരെന്നെയും നോക്കണത്, മെയിൻ മോൻ തന്നെയും നോക്കണത്. ഭാര്യ നോക്കുന്നുണ്ട്,
ഇനിയിപ്പോ ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പാണ് ഞാൻ സങ്കടത്തോടെ സത്യം കൊടുക്കാന്ന് പറഞ്ഞത്. മോൻ സമ്മതിക്കില്ല. അവന് ഞാൻ അവന്റെ ഇഷ്ടപ്പെട്ട ബൈക്ക് SG എൻഫീൽഡാണ് ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞപ്പോ അവൻ രക്ഷയില്ല. അതങ്ങനെയാണ്. ഇതിന്റെ മുകളിൽ ഒരു ഭ്രാന്ത് കയറിയത് അങ്ങനെയാണ്. ഞാനിപ്പോ ഇതിനെ തൊട്ടില്ല, ഞാനും തൊടാം. ഞങ്ങൾ കണ്ടിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു. No, 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 no. ആരും കയ്യിൽ കുടി no, no, no. No, no, no. Another win. No, no, no. Move. No, move. No. Sit. No. Release it. മറ്റേ അവിടുത്തെ ലീസ് പൊട്ടിച്ചിട്ടില്ല. No. Yeah, no. ചെടികൾക്ക് ഇറങ്ങിയാണ് പോണത്. ശരിയല്ലേ? നേരെ പിടുത്തേക്കടാ. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ സൈലന്റ് ആവും. ആവില്ല. നമ്മൾ പഠിക്കുന്ന ശീലങ്ങളാണ് അത്. നോക്കിയാ Keep going. Yep. No. നീ പോലെ. കൊണ്ടുപോവില്ല. Tokyo. No. Sit. Wait. No. Wait. Va. Va. പേടി മാറ്റാനായിട്ടാണ്. ഒന്ന് ടച്ച് ചെയ്താ ഫുള്ള്. അപ്പുറത്തേക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് നിൽക്കും. അവൻ ഇതൊക്കെ അടിച്ചിട്ട് സൈസില്ല. അവര് ഒരിക്കലും കടിച്ചിട്ടില്ല. പേടിയ സൈസില്ല. പേടിയല്ലേ? ദേഹത്ത് കിടന്നുണ്ടെങ്കിൽ ദേഹത്ത് കിടന്നെങ്കിൽ നോന്ന് പറഞ്ഞാൽ ദേഹത്ത് കയറാൻ വേണ്ട കേട്ടോ. ഇതിപ്പോ വെയിറ്റ് ആണ് കണ്ടീഷൻ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് ഇറങ്ങാൻ പാടില്ല. നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് കറങ്ങി വന്നാലും ഇവിടെ പോകണം. ഇപ്പൊ നമ്മള് ലോ ഇപ്പൊ നമ്മള് വെയിറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ്. ഓക്കെ അത് ഒന്നും ചെയ്യാനില്ല. ഇവിടെ പേടില്ല. മാറ്റി കെട്ടുന്നുണ്ട്. ഇവിടെ മാറി ഒന്നും ചെയ്യില്ല. നടത്തിയാ രാവിലെ 3 റൗണ്ടൊക്കെ പോവും.
എന്തറിയോ, ഇത് ഓർഡർ ചെയ്യാം ഡെയിലി, ഒന്നും കൂടി ഷാർപ്പായി ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തില്ലല്ലോ, ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ അയച്ചു വിട്ടു, നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കി നിൽക്കുന്നില്ല. 5 മിനിറ്റ് ചെയ്താൽ മതി, അത്രേ വേണ്ടു. ഒരുപാട് സമയം ചെയ്യണ്ട. ഒന്ന് ഇതുപോലെ ചെയ്യാം, ഒന്ന് പുറത്തേക്ക് നടന്നു വരാം. നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും, ഡോഗ് ഇതിന്റെ കൺട്രോളിൽ വരും. ഇതിപ്പോ അവിടെ വയ്ക്കോ, അവിടെ തിരിച്ചു വയ്ക്കോ. ജയന്തി കയറാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വാൺ ചെയ്യാം. പറഞ്ഞാൽ മതി, നല്ല ഗൗരവത്തിൽ. ഇപ്പൊ കണ്ടോ, അവൾ ദേഹത്ത് കയറുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഇതാ. നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. ലോണില് 2 സ്ഥിരം യൂസ് ചെയ്യാം. ഒന്ന് സ്ലോ യൂസ് ചെയ്യാം, ഒന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യാം. സ്ട്രോങ് ആയ അവന് നല്ലത്. അത് മനസ്സിലായി. ഒന്നും വേണ്ട, വടിയും ചൂലൊന്നും വേണ്ട. പിന്നെ ചൂലും മടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവസാനമൊക്കെ അതിപ്പോ എന്റെ മുന്നിൽ കാണിക്കാൻ പറ്റും. ചിലപ്പോ നിങ്ങൾക്ക് ഒറ്റക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പൊ ആ സമയത്തും ഇതുപോലെ ഞാൻ പറയുന്നത് ചെയ്താൽ മതി. എത്ര ദിവസം കൂടുമ്പോ കുളിപ്പിക്കണം? ഒരു 10 ദിവസത്തേക്ക് മതി. സ്മെല്ല് വരാൻ തുടങ്ങുമ്പോ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഈ വായിന്ന് ഉമിനീര് വീണിട്ട് അതിൽ നിന്ന് കിടക്കുന്ന ചൂടല്ലേ, അതിന്റെ സ്മെല്ലാ. പിന്നെ കുളിപ്പിച്ചു, ആഴ്ച പേര് കുളിപ്പിച്ചു, അതാ നല്ലത്. സെറ്റായാ കുഴപ്പമില്ലല്ലോ. അപ്പൊ ലീസ് എടുത്തു. നീ കൊണ്ടുപോയി നമുക്ക് ധൈര്യമായിട്ട് കിടന്നോ ഡോഗിനെ ഇല്ല, നീ ഇത് വിടി. നീ എന്നെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് കഴിച്ചിട്ട് വിളിക്കാം. അയ്യോ ഒന്നും വേണ്ട, വിളിക്കണ്ട. നിന്റെ കയ്യിൽ ഒരു സ്ഥലം തന്നിട്ടുണ്ട്, ഇത് വെച്ച് നടക്കണം. മെല്ലെ 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 ഇത് തിരിച്ചിട്ട് കൺട്രോൾ ചെയ്യും. അവിടെ പിടിക്കേണ്ടത് നടക്കും. ഇതിന്റെ പിടുത്തം ശരിയായില്ല, ഞാൻ പിടിക്കാൻ പറ്റില്ലേ? നടക്കും. പോവാ. ആ നടന്നോ. നേരെ 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 നേരെ. ആ ഒന്ന് അറിയില്ല. അതങ്ങോട്ട് ഇവിടെ നീങ്ങുന്നുണ്ടെങ്കിൽ ഈ ചെയിനിൽ 2 പഠിക്കണ്ട. ചെയിനിൽ ലോ. മൂവ്. നടന്നോ നടന്നോ. നീ വലിച്ചോ, നീ നടന്നോ മീനോ? ആ അതന്നെ. കൈ നേരെ നടക്കുക. നിന്റെ കൂടെ നായ വരണം, നിന്റെ കൂടെ നായ വരണം. നീ ആദ്യം നടക്കണം. പഠിപ്പിച്ചു തരണേ. അത് പറഞ്ഞു വെച്ചാല് പിന്നെ ഞാനാ കയ്യിൽ ഇങ്ങനെ ഫ്രീ ആയിരിക്കണം. നോ, നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓരോ കാര്യങ്ങൾ. നമ്മള് ഇങ്ങനെ ഇങ്ങനെ പോകണം. നേരെ അവൻ നോക്കിയേ വേണ്ട, നിങ്ങൾ കൂടെ വരണം. നിങ്ങളുടെ കാലിൽ 2 മുന്നോട്ട് പോകാൻ പാടില്ല, ബാക്കിലോട്ട് പോകാൻ പാടില്ല. റെഡി. റെഡിയല്ലേ? ആ അവൻ നോക്കി വേണ്ട, നേരെ നോക്കി മനസ്സിലാവും. അവരിടയിലാണ് ഇതിൽ ചെയ്തതും തഴക്കം വന്നാൽ അടുത്ത നമുക്ക് ഓഫീസ് ചെയ്യും. കാരണം ഒന്നാമത് നമുക്ക് ഇതിൽ ബേസ് ഇല്ല, അതുകൊണ്ടാണ് ഓഫീസ് ആവാറ്. കൈ ഫ്രീ ആട്ടോ, കൈ ഫ്രീ. ആ കൈ ഫ്രീ ആട്ടെ, മസിൽ പിടിക്കണ്ട, കൈ ഫ്രീ. പിന്നെ മറ്റേ കൈ പോലെ കൈ ഫ്രീ ആട്ടെ. റോഡിൽ പോകാൻ ഏകദേശം കിട്ടില്ലേ? ഒറ്റക്കണ തീരില്ല, തീരുന്നവരെ ഞാൻ കൂടി ഉണ്ടാവും. പേടിക്കണ്ട, ലൈഫ് ലോങ് ഞാൻ ഉണ്ട്. നോ നോ നായനെ ട്രെയിൻ ചെയ്യിക്കുന്നൊരു വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. സച്ചിന്റെ ഭാഗത്ത് നിന്ന് നോക്കി എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് സച്ചിന്റെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 3 മാസം നമ്മളും ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നിൽക്കും. അതായത് നായനും എനിക്ക് വിശ്വാസമായി. എന്തായാലും ഇത്ര വലിയ സ്പീഡ് വാങ്ങിയപ്പോൾ എനിക്കൊരു അബദ്ധമായെന്ന് തോന്നി. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, വൈഫിനും പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം.
അതെ ഒന്നാമത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഇത്രയും ഉണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം വരും. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാകാൻ എന്നോട് പറയാം. ഇവിടെ പ്രശ്നം മനസ്സിലാക്കും സോൾവ് ചെയ്യാൻ പറ്റും. അത് എന്നോട് പറഞ്ഞാൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി താങ്ക് യു സച്ചിൻ ബ്രോ. ഓക്കെ, ഇവൻ എൻ്റെ കൂടെ ഇന്ന് വരെ ഉണ്ടാവണം. അന്ന് വരെ തൃശ്ശൂർ വരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഒരു ദിവസത്തെ ഫുള്ളായി ഉള്ളിൽ നിൽക്കാനല്ലേ. അത് പോക്ക് വേണ്ട, മണ്ണിലെ അത് പുറകെ ഒന്ന് നോക്കണം. പക്ഷെ നമ്മളെ ഗ്രൗണ്ടാണ്, നമ്മളെ വീടല്ല. അപ്പൊ ഗ്രൗണ്ടിൽ അയച്ചു വിടുമ്പോൾ നമുക്ക് ഫ്രീ അയച്ചു വിടാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്തൊക്കെ നടക്കുന്നു അറിയാൻ പറ്റില്ല. ഇവിടെ വീടാണ്, ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ചെരുപ്പുണ്ട്, ചെടിയുണ്ട്, പല സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അവനോട് പറഞ്ഞാൽ അറിയാം അവനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ അറിയുന്ന കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണ്. അപ്പൊ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അറിയാം. ഇപ്പൊ 2 ദിവസം പറയുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഐഡിയ നീ ചെയ്തോ, തെറ്റിക്കോട്ടെ, നമ്മൾ ശരിയാക്കാം. ഇതുപോലെ വെയിറ്റ് കണ്ടീഷൻ ചെയ്യാം. പക്ഷെ എനിക്ക് പല അനുഭവം ഉണ്ട്. ഞാൻ ഒന്ന് പറയുമ്പോ ചെയ്യാം, ചിലത് ചെയ്യണില്ല. എന്നെ ചെയ്യാറില്ല. പേടി പോലെ ഉണ്ട്. ഞാൻ പറയുമ്പോ അത് ചെയ്യില്ല. പക്ഷെ എന്നെ കണ്ണ് വെട്ടിച്ചിട്ടാണ്. അത് ശരിയാവും. അപ്പൊ മറ്റെന്താ നൽകണം.